ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു കോഡ് സെറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾക്കായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 സെറ്റ് ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. 6 വയസ്സായതും 3 വയസ്സായുള്ള കുട്ടികൾക്കുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ 6 വയസ്സിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1.5 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഈ 1.5 മീറ്റർ വെച്ചിട്ട് ഞാൻ 2 പേർക്കുള്ളതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ഷർട്ടിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തിനെ 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം മാർക്ക് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിൽ ബട്ടൺ ഹോളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മടക്കി തയ്ച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് തയ്ക്കുന്നതിലായിട്ടും ബെറ്റർ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് ഞാനിവിടെ 15 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പോൾ സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് ഒരു 16 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഷർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡർ ലെങ്ത് ആയിട്ട് ഇവിടെ എടുക്കുന്നത് 5 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിൽ വരച്ചെടുക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു കർവും കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് ലെങ്ത് എടുക്കുന്നത് 6.5 ഇഞ്ചസ് ആണ്. അപ്പം സീം അലവൻസിനും കൂട്ടിയിട്ട് എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു കർവിലായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനും കൂടെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്ക് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിനൊന്നും മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഞാൻ 5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. വിഡ്ത്തായിട്ട് 6 ഇഞ്ചസും എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലീവ്സിൻ്റെ ആ ഒരു പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാം. അപ്പം ഇതുപോലെയാണ് സ്ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസാണ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇതിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എഡ്ജ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ പീസിനെ നമ്മൾ നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കിയിട്ട് ഇതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 2 സൈഡും ഒരേപോലെ നല്ല വശം മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടിനെയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിനി കട്ട് ചെയ്ത നെക്ക് പോർഷനാണ്. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 3 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കോളർ ടൈപ്പ് നെക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അധികം ഞാൻ ഇറക്കുന്നില്ല. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത്. അപ്പം അതിനെ ഇതുപോലെ ഒന്ന് ബോക്സ് രൂപത്തിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീപ്പായിട്ട് 1 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോളർ വെച്ച് ചെയ്യാനല്ലേ, അപ്പോൾ അധികമൊന്നും
താഴ്ത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുത്താൽ നമുക്ക് ബട്ടൺ വെച്ച് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അവിടെ മടക്കി തയ്ക്കുന്നതിന് പകരമായിട്ടാണ് ഇതുപോലെ സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലൂടെ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഇതാ ഇത്രയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളാദ്യം ആ ഒരു കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്സ് എടുക്കാം. അപ്പോൾ 6 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്താണ് 6 ഇഞ്ച്. അപ്പം 2 ഭാഗത്തേക്ക് വരുമ്പോൾ അത് 12 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. അപ്പോൾ കോളറാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 2.5 ഇഞ്ചസാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത്. അപ്പം കോളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ചസ് 4ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കോളറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും ആണ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നല്ല വശത്ത് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോർണറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു കോർണറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കോളറിന് ഞാൻ ക്യാൻവാസ് പേപ്പർ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇത് അത്യാവശ്യം തന്നെ നല്ലൊരു സ്മൂത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്നെസ്സുള്ള ക്ലോത്ത് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ 12 ഇഞ്ച് മെഷർമെൻറ്റ്സ് കിട്ടുന്നുണ്ടോ ഒക്കെ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളറിനെ ആ ഒരു നെക്കിൻ്റെ ഒരു പോർഷനുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നല്ല വശത്തിന് മുകളിലാക്കിയിട്ട് ഇതുപോലെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗം, അപ്പോൾ അതും നമ്മുടെ ആ ഒരു കോളറിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തയ്യലൊക്കെ വെച്ചിട്ട് ഒരു ഭാഗമാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ആ ഒരു പോർഷന് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കോളറിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇതിൻ്റെ എഡ്ജൊന്ന് മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ കോളറിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ കോളറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പം ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ലീവ്സ് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എഡ്ജും കൂടെ അതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം മെഷർമെൻറ്റ്സൊക്കെ നോക്കിയിട്ട് ഇതുപോലെ 2 സൈഡ്സും ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ മടക്കി തയ്ക്കാനുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഉള്ളിലേക്ക് ബട്ടണിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബട്ടൺ ഹോളൊക്കെ ചെയ്തെടുക്കാനാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ബട്ടന് വെക്കാൻ വേണ്ടിയിട്ട് അതിന് മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ 3 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ 3 ബട്ടൺ വെക്കാനുള്ള ഗ്യാപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ബട്ടൺ തയ്ക്കാനായിട്ട് ഈ ഒരു പ്രഷർ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബട്ടൺ ഹോളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടൺ ഹോൾ പ്രഷർ ഫൂട്ടർ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെറ്റിങ്സൊക്കെ കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോളും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബട്ടൺ ഹോൾ തയ്ക്കുന്നതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ ആദ്യമേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ആക്കിയിട്ട് തന്നെ ഞാനൊരു പാൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.